ഹായ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് നോക്കുന്നത് ഇന്ന് നടന്ന 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 66/26. ക്വസ്റ്റ്യൻ: ലോഹങ്ങളുടെ രാജാവ് സ്വർണം. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെ? ബംഗളൂരു. 16ാം കേരള നിയമസഭാ തിരഞ്ഞെടുപ്പ് നടന്നതെന്ന്? 2026 ഏപ്രിൽ 9. രണ്ടാം ബുദ്ധൻ എന്ന വിശേഷണമുള്ള സാമൂഹ്യ പരിഷ്കർത്താവ്? ശ്രീനാരായണ ഗുരു. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കൊൽക്കത്ത. തൃശൂർ നഗരത്തിന്റെ ശില്പി എന്നറിയപ്പെടുന്ന ഭരണാധികാരി ആരായിരുന്നു? രാമവർമ്മ ശക്തൻ തമ്പുരാൻ. പ്രാചീന മലയാളം ആരുടെ രചനയാണ്? ചട്ടമ്പിസ്വാമികൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. 2025 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് ആര്? ഇ.പി. രാജഗോപാൽ. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? ജി.വി. രാജ അവാർഡ്. ഇന്ത്യയിലെ വാതോർജ നിലയം? ലംബ. ഹിമാലയത്തിലെ ലവണജല തടാകം? രാകാസ്. ഓപ്ഷൻ ഡി രാകാസ്. ജലം നദി വക്രവലയങ്ങൾ രൂപപ്പെടുത്തുന്നതിന് കാരണമായി ഭവിച്ച തടാകം ഏതാണ്? വൂളാർ. സമാധാനത്തിന്റെ പാലം എന്നറിയപ്പെടുന്നത്? അമാൻ സേതു. മോളാസിസ് തടം എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ സംസ്ഥാനം? മിസോറാം. ഇന്ത്യയിലെ ഏറ്റവും വലിയ തുരങ്ക റെയിൽ പാത? ഓപ്ഷൻ ബി സാൻഗാൻഡൻ പാത. പഞ്ചപ്രയാഗ് സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡ് ഹിമാലയം. ഇന്ത്യയിൽ യുറേനിയം നിക്ഷേപം കാണപ്പെടുന്നത്? ധാർവാർ ശിലകൾ. പ്രാചീന കാലത്ത് ബംഗാളിലെ സോനാർ താഴ്വരയെയും സിന്ധൂർ താഴ്വരയെയും ബന്ധിപ്പിച്ചിരുന്ന പാത? ഷാഹി പാത. എണ്ണപ്പാടം അടിസ്ഥാനമാക്കിയുള്ള ഇന്ത്യയിലെ എണ്ണ ശുദ്ധീകരണശാല? ദിഗ്ബോയ്. ഡോക്ടർ കെ.എൻ. രാജുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? തെറ്റായ പ്രസ്താവനകൾ ഒന്നാമത്തെയും രണ്ടാമത്തെയാണ്. പ്ലാനിംഗ് കമ്മീഷൻ ചെയർമാനും റിസർവ് ബാങ്ക് ഗവർണർ. ഓപ്ഷൻ ഡി 1, 2. ക്വിറ്റ് ഇന്ത്യ സമരനായിക എന്നറിയപ്പെടുന്നത് ആര്? അരുണ ആസഫ് അലി. സ്വതന്ത്ര ഭാരതത്തിലെ ആദ്യ മന്ത്രിസഭയിൽ വാർത്താവിനിമയ വകുപ്പ് മന്ത്രി ആരായിരുന്നു? റാഫി അഹമ്മദ് കിദായി. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ഇന്ത്യയുടെ കേന്ദ്ര നേതൃത്വം ആദ്യം അംഗീകരിക്കാത്തതിന് കാരണമെന്ത്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തെയും മൂന്നാമത്തെയും. വിഘടനവാദ ഭീഷണി ഇല്ലാതാക്കാൻ, രാജ്യത്തിന്റെ ഐക്യം കാത്തുസൂക്ഷിക്കാൻ. ഏത് സത്യാഗ്രഹത്തിന്റെ പ്രചരണ സമയത്താണ് നേതാവ് എന്നർത്ഥമുള്ള സർദാർ എന്ന വിളിപ്പേര് വല്ലഭായ് പട്ടേലിന് ലഭിച്ചത്? ബർദോളി സത്യാഗ്രഹം. ചപ്പാത്തി പ്രസ്ഥാനം സ്വാതന്ത്ര്യ സമരത്തിലെ ഏത് സംഭവവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഒന്നാം സ്വാതന്ത്ര്യ സമരം. 1939 നടന്ന അഖിലേന്ത്യാ നാട്ടുരാജ്യ പ്രജാ സമ്മേളനവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും. ആൻസർ ഓപ്ഷൻ എ 1, 2. ഇന്ത്യയുടെ ഐക്യമെന്ന സങ്കല്പത്തിന് കരുത്തേകി. പൗരാവകാശങ്ങൾ നാട്ടുരാജ്യങ്ങളിലെ പ്രജകൾക്ക് നൽകണമെന്ന് വാദിച്ചു. താഴെ പറയുന്നവരിൽ അതികേന്ദ്രീകൃത ആസൂത്രണത്തിന്റെ വിമർശകനായിരുന്ന വ്യക്തി ആര്? സി രാജഗോപാലാചാരി. ഓപ്ഷൻ ഡി സി രാജഗോപാലാചാരി. ബോംബെ പ്ലാനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏത്? തെറ്റായ പ്രസ്താവനകൾ ഒന്നാമത്തെയും മൂന്നാമത്തെയും. ഓപ്ഷൻ ബി 1, 3. വ്യവസായികളും സംരംഭകരും ആസൂത്രണത്തിലായിരുന്നു. അതുപോലെ മൂന്നാമത്തെ ആഗോള മൂലധന നിക്ഷേപത്തിനായി വാദിച്ചു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ച INA സംരക്ഷണ സമിതിയിൽ അംഗമല്ലാത്തതാര്? ക്യാപ്റ്റൻ ലക്ഷ്മി. ഭരണഘടനയുടെ ഭാഗം 4A പ്രതിപാദിക്കുന്നത് എന്തിനെക്കുറിച്ചാണ്? മൗലിക കർത്തവ്യങ്ങൾ. ആൻസർ ഓപ്ഷൻ ബി 3. വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനുമാണ് എന്ന പ്രഖ്യാപനത്തോടെ ശ്രീനാരായണ ഗുരു സർവമത സമ്മേളനം വിളിച്ചു ചേർത്തത് എവിടെ വെച്ചാണ്? ആലുവ. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 3ഉം 4ഉം. കോടതി പരിഗണനയിലുള്ള വിവരങ്ങൾ, വ്യക്തികളുടെ ജീവനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന വിവരങ്ങൾ എന്നിവ വെളിപ്പെടുത്തുന്നു. ഉദ്യോഗസ്ഥർ തെറ്റായതോ തൃപ്തികരമല്ലാത്തതോ ആയ വിവരങ്ങൾ നൽകിയെന്ന് കമ്മീഷന് ബോധ്യപ്പെട്ടാൽ വിവരങ്ങൾ നൽകുന്നതുവരെ ഉദ്യോഗസ്ഥനിൽ നിന്ന് 150 രൂപ വീതം പിഴ ചുമത്താവുന്നതാണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി.
മനുഷ്യാവകാശ കമ്മീഷന്റെ അധികാരങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെല്ലാം? ഓപ്ഷൻ എ ആണ് 1, 2, 4. തടവറയിലെ അതിക്രമം തടയൽ, വനിതകളുടെയും കുട്ടികളുടെയും അവകാശ സംരക്ഷണം, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ മനുഷ്യാവകാശ നിഷേധങ്ങൾ ഇല്ലാതാക്കൽ. ഓപ്ഷൻ എ. ചൂഷണത്തിൽ നിന്നും മോചനം നേടാനുള്ള അവകാശങ്ങൾ. ഇതുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, രണ്ടാമത്തെയും നാലാമത്തെയും. സ്ത്രീകൾക്കും കുട്ടികൾക്കും പ്രത്യേക സംരക്ഷണം നൽകുന്നു. അടിമത്തം, തക്കതായ പ്രതിഫലം നൽകാതെ നിർബന്ധിച്ച് ജോലി ചെയ്യിപ്പിക്കൽ എന്നിവ നിരോധിക്കപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ ഭരണഘടനാ പ്രകാരം ഓരോ ഇന്ത്യൻ പൗരന്റെയും മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടുന്നവ തിരഞ്ഞെടുത്ത് എഴുതുക. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, 4. ഭരണഘടനാ നിർമ്മാണ സഭ ഔദ്യോഗികമായി ഇന്ത്യയുടെ ദേശീയ പതാക അംഗീകരിച്ച ദിവസമേത്? 1947 ജൂലൈ 22. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണർ വി. ഹരി നായർ. ആത്മവിദ്യാസംഘം സ്ഥാപിച്ചത് ആര്? വാഗ്ഭടാനന്ദൻ. അന്തർദേശീയ തലത്തിൽ പ്രശസ്തി നേടിയ മനുഷ്യാവകാശ സംഘടനകളിൽ ഉൾപ്പെടാത്തത് ഏത്? സിറ്റിസൺ ഫോർ ഡെമോക്രസി. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 3. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാറ്. അഞ്ചുവണ്ണം എന്നാൽ വാണിജ്യ സംഘം. പ്രാചീന തുറമുഖമായ മുസരീസ് ഇതിൽ ഏത് സ്ഥലത്താണ്? കൊടുങ്ങല്ലൂർ. തമിഴ്നാടിനെ കേരളവുമായി ബന്ധിപ്പിക്കുന്ന ചുരം? പാലക്കാട്. കേരളത്തിലെ ആദ്യത്തെ ഇക്കോ ടൂറിസ്റ്റ് കേന്ദ്രം? തെന്മല. തട്ടേക്കാട് പക്ഷിസങ്കേതം ഇതിൽ എവിടെയാണ്? എറണാകുളം. ആസാമിൽ നടന്ന 79ാമത് സന്തോഷ് ട്രോഫി കിരീടം നേടിയത്? കേരളം. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി? പള്ളിവാസൽ. മലയാള സിനിമയുടെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്നത് ഇവരിൽ ആരെ? ജെ.സി. ഡാനിയേൽ. കേരളത്തിന്റെ ഔദ്യോഗിക പുഷ്പം? കണിക്കൊന്ന. താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ ജോഡി ഏത്? ഓപ്ഷൻ സി, ചട്ടമ്പി സ്വാമികൾ വേദാധികാര നിരൂപണം. സാമൂഹ്യ പരിഷ്കർത്താവായ ശ്രീനാരായണനെ കുറിച്ചുള്ള തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ എന്താ? ഓപ്ഷൻ ഡി ആണ്, 2ഉം 4ഉം. രണ്ടാമത്തെ ശ്രീനാരായണ ഗുരുവിന്റെ പ്രസിദ്ധീകരണങ്ങൾ പ്രാചീന മലയാളം, ആദിഭാഷ. നാലാമത്തെ സമത്വ സമാജത്തിന്റെ സ്ഥാപകൻ ശ്രീനാരായണ ഗുരുവാണ്. ഇന്ത്യയിൽ പല ഭാഗങ്ങളിൽ നടന്ന ഗോത്രവർഗ കലാപങ്ങളിൽ പെടാത്തത്? മാപ്പിള കലാപം. പഴശ്ശി കലാപത്തിന്റെ പ്രധാന കാരണങ്ങൾ പെടുന്ന പ്രസ്താവന ഏത്? ഒന്നാമത്തെയും മൂന്നാമത്തെയും. ആൻസർ വരുന്നത് ഓപ്ഷൻ എ, 1ഉം 3ഉം. ബ്രിട്ടീഷുകാരുടെ തെറ്റായ നികുതി നയം, അതുപോലെ വയനാട് കൈയടക്കാനുള്ള ബ്രിട്ടീഷുകാരുടെ നീക്കം. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ ആര്? അയ്യങ്കാളി. ആഴമേറും നിൻ മഹസ്സ മാഴിയിൽ ഞങ്ങളാകവേ ആഴണം. വാഴണം നിത്യം വാഴണം 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 സുഖം. ഇത് ഏതിലെ വരികളാണ്? ദൈവദശകം. താഴെ തന്നിരിക്കുന്നതിൽ പരസ്പര ബന്ധമില്ലാത്തത്? ഒന്നാമത്തെയും രണ്ടാമത്തെയും. മാവിലത്തോട്, വേൽത്തമ്പി ദളവ, മണ്ണടി, പഴശ്ശിരാജ. ആൻസർ എന്ത്? ഓപ്ഷൻ ഡി, 1, 2. താഴെ കൊടുത്തിരിക്കുന്ന സംഭവങ്ങളുടെ ശരിയായ കാലഗണനക്രമം. ആദ്യം കുണ്ടറ വിളംബരം, പിന്നെ കുറിച്യ കലാപം, പിന്നെ പൂക്കോട്ടൂർ കലാപം, പിന്നെ മൊറാഴ സമരം. ആൻസർ എന്ത്? ഓപ്ഷൻ ബി, 2, 4, 3, 1. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത ജനകീയ ചെറുത്തുനിൽപ്പ് കലാപം? ആറ്റിങ്ങൽ കലാപം. കുളച്ചൽ യുദ്ധത്തിന് ശേഷം തിരുവിതാംകൂർ സൈന്യത്തിൽ വലിയ കപ്പിത്താനായി മാറിയത് ആര്? ഡിലനോയ്. ഡോട്സ് ഏത് രോഗത്തിന്റെ ചികിത്സാ രീതിയാണ്? ക്ഷയം. രോഗങ്ങളെപ്പറ്റി പഠിക്കാൻ ലാബിൽ വളർത്തുന്ന ചെറുതും ത്രിമാന രൂപത്തിലുള്ള ടിഷ്യൂ മാതൃകകളാണ്? ഓർഗനോയിഡ്. ഓപ്ഷൻ ഡി. വായുമലിനീകരണം അളക്കുന്നതിനും അന്തരീക്ഷത്തിലെ സൾഫർ ഡയോക്സൈഡിന്റെ സാന്നിധ്യം തിരിച്ചറിയുന്നതിനും സഹായിക്കുന്ന പ്രകൃതിദത്ത സൂചകങ്ങൾ ഏതാണ്? ലൈക്കനുകൾ. ഓപ്ഷൻ എ. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനയും അതിനുള്ള കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. പ്രസ്താവന: മികച്ചയിനം വിത്തുകൾ ഉൽപ്പാദിപ്പിക്കുന്നതിനായി ശാസ്ത്രജ്ഞരും കർഷകരും കൃത്രിമ പരാഗണം നടത്താറുണ്ട്. കാരണം ആൺപൂവിലെ പരാഗരേണുക്കൾ അനുയോജ്യമായ പെൺപൂവിലെ തന്തുകത്തിൽ വീഴുമ്പോഴാണ് മികച്ച ഫലങ്ങൾ ഉണ്ടാകുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, എ ശരിയാണ്, ആർ തെറ്റാണ്. കണ്ടൽക്കാടുകൾക്കിടയിൽ എൻ്റെ ജീവിതം ആരുടെ ആത്മകഥയാണ്? കല്ലേൻ പൊക്കുടൻ. ഓപ്ഷൻ ബി. മനുഷ്യ ശരീരത്തിൽ ഏത് ഹോർമോണിന്റെ ഏറ്റക്കുറച്ചിലുകൾക്കാണ് ദൈനംദിന ഉറക്കത്തെയും ഉണരലിനെയും സ്വാധീനിക്കുന്നത്? മെലാട്ടോണിൻ. ഓപ്ഷൻ സി. താഴെ നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഉത്തരം തിരഞ്ഞെടുക്കുക. അതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി ആണ്, എയും ഡിയും ശരിയാണ്. കട്ടി കൂടിയ ഭിത്തിയും ഉയർന്ന മർദ്ദത്തിൽ ഹൃദയത്തിൽ നിന്ന് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളുമാണ് ധമനികൾ.
പിന്നെ അവയവങ്ങളിൽ നിന്ന് അവയവങ്ങളിലേക്ക് രക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് പോർട്ടൽ സിരകൾ. മനുഷ്യ ശരീരത്തിലെ കാൽസ്യം ആഗിരണം ചെയ്ത് സഹായിക്കുന്ന വിറ്റാമിൻ ഏതാണ്? വിറ്റാമിൻ ഡി. മലിനമായ മണ്ണ്, ജലം, വായു തുടങ്ങിയ ചുറ്റുപാടുകളിൽ നിന്ന് മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ സൂക്ഷ്മാണുക്കളെയും സസ്യങ്ങളെയും ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യ ഏതാണ്? ബയോ റെമഡിയേഷൻ. ഓപ്ഷൻ ഡി. ഭാഗ്യലക്ഷ്മി ഏത് സസ്യത്തിന്റെ സങ്കര ഇനമാണ്? പയർ. ഉത്കൃഷ്ട വാതകങ്ങൾ അല്ലാത്ത മൂലകം സിലിക്കൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. വസ്തുക്കൾക്ക് സ്ഥാനം മൂലമോ കോൺഫിഗറേഷൻ മൂലമോ ലഭിക്കുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം. ജലത്തിന്റെ സാന്ദ്രത ഏറ്റവും അധികം ആകുന്ന താപനില 4 ഡിഗ്രി സെൽഷ്യസ്. പവറിന്റെ SI യൂണിറ്റ് വാട്ട് ആണ്. വാഹനങ്ങളുടെയും മോട്ടോറുകളുടെയും പവർ കുതിരശക്തിയിൽ സൂചിപ്പിക്കാറുണ്ട്. എന്നാൽ ഒരു കുതിരശക്തി = ഡാഷ് വാട്ട് ആണ്. 746. ആൽക്കലൈൻ എർത്ത് ലോഹങ്ങളിൽ അറ്റോമിക മാസ് ഏറ്റവും കൂടുതലുള്ള മൂലകം? റേഡിയം. ഓപ്ഷൻ ബി റേഡിയം. ഇവയിൽ ഏതാണ് പ്രകൃതിദത്ത പോളിമർ? സെല്ലുലോസ്. ഖരവസ്തുക്കൾ ചൂടാക്കുമ്പോൾ അവ നേരിട്ട് വാതകമായി മാറുന്ന പ്രക്രിയയാണ് ഉൽപ്പതനം. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏത് ആവൃത്തിയുള്ള ശബ്ദമാണ് മനുഷ്യന് കേൾക്കാൻ സാധിക്കുന്നത്? 2000 ഹെർട്സ്. 12C, 13C, 14C എന്നിവ കാർബണിന്റെ പ്രകൃതിദത്ത ഐസോട്ടോപ്പുകളാണ്. ഇതിൽ സ്ഥിരതയുള്ളതും ലഭ്യത കൂടിയതുമായ കാർബൺ ഐസോട്ടോപ്പ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ C12. 2√2 + 3√2 - √8 = ഡാഷ് 3√2. ഒരു ക്ലാസ്സിലെ 25 കുട്ടികളുടെ ശരാശരി വയസ്സ് 13. ടീച്ചറുടെ വയസ്സ് കൂടി ചേർത്തപ്പോൾ ശരാശരി 14 വയസ്സായി. എങ്കിൽ ടീച്ചറുടെ വയസ്സ് എത്ര? 39. ക്ലോക്കിലെ സമയം 3:20 ആണെങ്കിൽ സൂചികൾ തമ്മിലുള്ള ഡിഗ്രി അളവ് എത്ര? 20 ഡിഗ്രി. 5x - 1 × 5³ × 5² = 3125 എങ്കിൽ xന്റെ വില 1. 8, 12, 16 എന്നീ സംഖ്യകൾ കൊണ്ട് ഹരിച്ചാൽ 3 ശിഷ്ടം വരുന്ന ഏറ്റവും ചെറിയ സംഖ്യ 51. 2, 1/2 + 3, 1/4 - 4, 1/5 = ഓപ്ഷൻ എ 1, 11/20. 60 ആളുകൾ 10 ദിവസം കൊണ്ട് തീർക്കുന്ന ജോലി 6 ദിവസം കൊണ്ട് തീർക്കാൻ എത്ര ആളുകൾ അധികം വേണ്ടിവരും? ഓപ്ഷൻ ഡി 40. ഒരു കച്ചവടക്കാരൻ 110 രൂപയ്ക്ക് വാങ്ങിയ ഒരു പുസ്തകം 132 രൂപയ്ക്ക് വിറ്റ ലാഭം എത്ര ശതമാനം? 20%. അടുത്ത പദം ഏത്? 3, 7, 15, 31, 63. 16 + 8 ഹരിക്കാൻ 2 × 6 - 20 = 20. ഓപ്ഷൻ ബി. താഴെ തന്നിരിക്കുന്ന ഏതാണ് 3, 6, 11, 18 എന്ന ശ്രേണിയിൽ ഉൾപ്പെടാത്തത്? 37. സുരേഷ് 7 കിലോമീറ്റർ കിഴക്കോട്ട് സഞ്ചരിച്ചു. അവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം വലത്തോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ കൂടി സഞ്ചരിച്ചു. ഇപ്പോൾ അയാൾ യാത്ര തുടങ്ങിയ സ്ഥലത്ത് നിന്നും എവിടെയായിരിക്കും? 4 കിലോമീറ്റർ തെക്ക്. ഓപ്ഷൻ എ. ഒരു ക്ലോക്കിൽ സമയം 4 മണിയാകുമ്പോൾ മിനിറ്റ് സൂചിക്കും മണിക്കൂർ സൂചിക്കും ഇടയിലുള്ള കോൺ എത്രയായിരിക്കും? 120 ഡിഗ്രി. 3:12 = x 3:12 = x:60 ആയാൽ xന്റെ വില എത്ര? 15. 1, 1, 2, 3, 5, 8 എന്ന ശ്രേണിയുടെ അടുത്ത പദം ഏത്? 13. 3 × 2 = 9, 4 × 3 = 13, 5 × 4 = 17 ആയാൽ 6 × 5 അതിൻ്റെ ആൻസർ വരുന്നത് 96. ആൻസർ വരുന്നത് 21 ആണ്. ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി. പ്ലസ് എന്നത് ഗുണനത്തെയും വ്യവകലനം സങ്കലനത്തെയും ഹരണം വ്യവകലനത്തെയും ഗുണനം ഹരണത്തെയും സൂചിപ്പിച്ചാൽ 6 ഹരിക്കണം 3 + 2 - 8 × 4 എത്രയായിരിക്കും? ഓപ്ഷൻ എ 2. 7, 10, 6, 13, 5, 16 etc. എന്ന ശ്രേണിയുടെ 9ാം പദം എന്ത്? 3. 7 + 8 ഹരിക്കണം 4 - 2 × 3 + 1 = ഓപ്ഷൻ സി 4. 3 വർഷം മുമ്പ് മത്തായിക്ക് മകൻ ജോണിന്റെ വയസ്സിന്റെ 4 മടങ്ങ് പ്രായമുണ്ട്. 2 വർഷം കഴിയുമ്പോൾ മത്തായിയുടെ പ്രായം ജോണിന്റെ പ്രായത്തിന്റെ 3 മടങ്ങാകും. എന്നാൽ ഇപ്പോൾ മത്തായിയുടെ പ്രായം എത്ര? 43. താങ്ക് യു.